ഇപ്പോൾ BDSന് സ്കോപ്പ് കണ്ട് മാത്രം ആരും BDSന് പോയി ചേരരുത്. ഈ BDSന് ഇന്നത്തെ കാലത്ത് എത്രത്തോളം സ്കോപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ഇടയ്ക്ക് ഒരു പാരന്റ് എൻ്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ മോനെ BDSന് വിടാൻ വേണ്ടിയിട്ടായിരുന്നു. സാറിന് +2 കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആർക്കും ഇന്ന കോഴ്സിന് പോകണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോഴാണ് പലരും പറയും നേഴ്സിംഗ് സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ മെഡിക്കലിൽ BDSന് സ്കോപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. അതിൽ ഈ സ്കോപ്പ് നോക്കി പോകാതെ നമുക്ക് ആ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ പാഷനുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് ആ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് വിജയിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ സ്റ്റഡി നടത്തിയ ശേഷം മാത്രമേ ഒരു കോഴ്സ് നമ്മൾ ചേരാൻ പാടുള്ളൂ. പലരും സ്കോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇതേ കേസാണ് BDSലും വരുന്നത്. നമ്മൾ പലരും BDSന് സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ BDS എങ്ങനെയെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പിന്നീടാണ് അതിൻ്റെ ടാസ്ക് വരുന്നത്. അതായത് പിന്നീട് ക്ലിനിക്ക് ഇട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു ക്ലിനിക്ക് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുക. അതായത് നമുക്ക് പ്രാക്ടിക്കൽ നല്ല സ്കില്ല് വേണം, മാനേജ്മെന്റ് സ്കില്ല് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അങ്ങനെ ഓവറോൾ ഒരു സ്കില്ലുള്ള വ്യക്തികൾക്ക് മാത്രമേ ഒരു ക്ലിനിക്ക് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ BDSന് സ്കോപ്പ് കണ്ട് മാത്രം ആരും BDSന് പോയി ചേരരുത്.